സീമന്തരേഖയിൽ സിന്ദൂരം മംഗല്യത്താലിതൻ സൗഭാഗ്യം സ്വയംവരം 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 സ്വയംവരം. നമ്മൾ കാണാൻ പോകുന്നത് അജയ് കൃഷ്ണ ആൻഡ് മേഘ ഇവരുടെ വെഡിങ് ആണ്. ഒരു പക്ഷേ അജയ് ആൻഡ് മേഘ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇവരുടെ വളരെ ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള പേരൻസിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും. കാരണം അജയ് ഈസ് ദ സൺ ഓഫ് എക്സ് റവന്യൂ മിനിസ്റ്റർ അടൂർ പ്രകാശ്. അദ്ദേഹം ഇപ്പോൾ ഒരു MLA ആണ്, പ്രീവിയസ് മന്ത്രിയാണ്. അതുപോലെ തന്നെ മേഘേനെ കുറിച്ച് പറയുമ്പം കേരളത്തിലെ ഒരു ബിസിനസ് ടൈക്കൂണായ ബിജു രമേശ് അദ്ദേഹത്തിൻ്റെ മോളാണ്. സോ ഈ രണ്ട് ഹൈ പ്രൊഫൈൽ വ്യക്തികളുടെ മക്കളുടെ ഒരു കല്യാണം വരുമ്പം തീർച്ചയായിട്ടും ഇറ്റ്സ് സംതിങ് ഡെഫിനറ്റ്ലി ടു ലുക്ക് ഫോർവേഡ് ടു. ഇതിൻ്റെ ഒരു ഗ്രാൻഡിയർ, ഒരു ലാവിഷ്നെസ് ഇത് നമുക്ക് കണ്ടേ പറ്റൂ. സോ ഒരുപാട് ബ്യൂട്ടിഫുൾ കാഴ്ചകളുണ്ട്, ഒരുപാട് കാണാത്ത കാഴ്ചകളുണ്ട്. ഈ എല്ലാ കാഴ്ചകളും കാണാനായിട്ട് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യും. സ്വയംവരം സ്വയംവരം. അജയ് ആൻഡ് മേഘ ഇവരുടെ കല്യാണം 3 ദിവസം നീണ്ടു നിന്ന ഒരു ലോങ് കല്യാണം തന്നെയായിരുന്നു. സോ ആദ്യത്തെ ദിവസം നടന്നത് ഹൽദി ഫംഗ്ഷനാണ്. ഹൽദി ഫംഗ്ഷൻ ശരിക്കും നമ്മുടെ നാട്ടിലെ ഉള്ള ഒരു റിച്വലോ ഒരു പ്രാക്ടീസോ അല്ല. പക്ഷേ ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യൻ കൾച്ചറിൽ നിന്ന് ഒരുപാട് എലിമെൻറ്റ്സ് നമ്മളും ഇംബൈബ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ തന്നെ മേഘ ആൻഡ് ഹെർ ഫ്രണ്ട്സ് ഇവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹൽദി ഫംഗ്ഷൻ വെച്ചിരുന്നത്. സോ ഇത് നടന്നത് രാജധാനി ഹോട്ടൽസിൻ്റെ തന്നെ ഈസ്റ്റ് ഫോർട്ടിലുള്ള ഒരു ഹോട്ടലിൽ വെച്ചാണ്. അവരുടെ റൂഫ് ടോപ്പിൽ ഈ ഒരു ഗ്രാൻഡ് സെലിബ്രേഷൻ ആയിരുന്നു ഇവരുടെ വെന്യൂ. സോ ഇവരുടെ ഒരു ഹൽദി ഫംഗ്ഷൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഒന്ന് നിരഞ്ജൻ ആൻഡ് നേഹ വേണുഗോപാൽ ഇവരുടെ ഒരു ലൈവ് ബാൻഡ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മേഘ ആൻഡ് ഹെർ ഫ്രണ്ട്സ് അവരുടെ ഡാൻസ് പെർഫോമൻസസ് ഉണ്ടായിരുന്നു. ഒരുപാട് മെഹന്തി ആർട്ടിസ്റ്റിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഗസ്റ്റിന് എല്ലാവർക്കും മെഹന്തി ഇടാനായിട്ട്. ആൻഡ് സ്മോൾ എലിമെൻറ്റ്സ്, ഒത്തിരി ഫൺ എലിമെൻറ്റ്സ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയേ വേണ്ട, കാരണം രാജധാനി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ആണ്. ആൻഡ് ഡോക്ടർ ബിജു രമേശ് ഓൺ ചെയ്യുന്നത് റെസ്റ്റോറൻറ്റ് ചെയിൻസ് ആണ്, ഹോട്ടൽ ചെയിൻസ് ആണ്. സോ ഫുഡിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഒരു വെറൈറ്റി സ്പ്രെഡ് ഇവിടെയും നമുക്ക് കാണാമായിരുന്നു. സോ അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഇവരുടെ സെക്കൻഡ് ഫംഗ്ഷൻ സംഗീത് നടന്നത് ട്രിവാൻഡ്രത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഗോൾഫ് ലിങ്സിൽ വെച്ചിട്ടായിരുന്നു. അന്നും ഇറ്റ് വാസ് എ ഡേ ഫുൾ ഓഫ് ഡാൻസ്, മ്യൂസിക് ആൻഡ് ലാഫ്റ്റർ. അന്ന് നമ്മുടെ വിദ്വാൻ എന്ന് പറയുന്ന പോപ്പുലർ ബാൻഡിൻ്റെ ഒരു ലൈവ് പെർഫോമൻസ് ഉണ്ടായിരുന്നു, ലെഡ് ബൈ അനൂപ് ആൻഡ് നേഹ നായർ. അതുപോലെ തന്നെ ഇവരുടെ ക്ലോസ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അവരുടെ ഡെഡിക്കേഷൻസ്, അവരുടെ ഡാൻസ് പെർഫോമൻസസ് ആൻഡ് താണ്ഡവ് എന്ന് പറയുന്ന പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡാൻസ് ട്രൂപ്പിൻ്റെ ഒരുപാട് ബ്യൂട്ടിഫുൾ ഡാൻസ് നമ്പേഴ്സ്, ഇതൊക്കെയായിരുന്നു അന്നത്തെ ദിവസത്തിൻ്റെ ഹൈലൈറ്റ്. അന്നും നമ്മുടെ ഒരു കല്യാണം പോലെ തന്നെ ഒരുപാട് ഗസ്റ്റിന് ഇൻവിറ്റേഷൻസ് ഉണ്ടായിരുന്നു. സോ അന്നത്തെ കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് കാണാം.
അജയ് ആൻഡ് മേഘ ഇവരുടെ ബിഗ് ഫാറ്റ് വെഡിങ് സെലിബ്രേഷൻസിന് ഒരുപാട് ബ്യൂട്ടിഫുൾ അറേഞ്ച്മെൻറ്റ്സ് ഇവർ ചെയ്തിട്ടുണ്ട്. സോ വൺ ഓഫ് ദ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് 3 ഫംഗ്ഷൻസ് ആണ് ഇവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഒന്ന് ഹൽദി, പിന്നെ സംഗീത് ആൻഡ് ഓഫ് കോഴ്സ് ദ ബിഗ് വെഡിങ്. സോ ഈ 3 ഫംഗ്ഷൻസിനും നമുക്ക് കാണാൻ പോകുന്നത് ഒരു ലൈവ് മ്യൂസിക്കൽ കോൺസേർട്ടാണ്. ഓൺ ദ ഹൽദി ഡേ ഇവർ അറേഞ്ച് ചെയ്തേക്കുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള പ്ലേബാക്ക് സിംഗേഴ്സ് നിരഞ്ജൻ ആൻഡ് നേഹ വേണുഗോപാൽ ഇവരുടെ പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ സംഗീതത്തിന് ഇവിടെ പെർഫോം ചെയ്യാൻ എത്തുന്നത് ദ പോപ്പുലർ ബാൻഡ് വിദ്വാൻ. വിദ്വാൻ്റെ ടീം മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നേഹ നായർ, അനൂപ്, യാക്സൻ ഇവരെല്ലാം ലീഡ് ചെയ്യുന്ന ഒരു വളരെ ഫേമസ് ആയ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബാൻഡാണ് വിദ്വാൻ. ആൻഡ് ഫോർ ദ വെഡിങ് നൺ അതർ ദാൻ ശ്വേത മോഹൻ. ശ്വേത മോഹന് പ്രത്യേകിച്ച് ഇൻട്രഡക്ഷൻ ഒന്നും ആവശ്യമില്ല, നമ്മുടെ സുജാത ചേച്ചിയുടെ മോളാണ്, എല്ലാവർക്കും അറിയാം. സോ അവരുടെ ഒരു പോപ്പുലാരിറ്റിയും അവരുടെ ഒരു സോങ്സും അവരുടെ സോങ് സെലക്ഷൻസും ഇതൊക്കെ വളരെ സ്പെഷ്യൽ ആയിട്ടാണ് ഇവർ ഈ ഒരു വെഡിങ്ങിന് വേണ്ടി അറേഞ്ച് ചെയ്തേക്കുന്നത്. സോ ഇതിനേക്കാളും ഒക്കെ മുകളിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തി ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ AR റഹ്മാൻ്റെ എല്ലാ സ്റ്റേജ് കോൺസേർട്ട്സും അറേഞ്ച് ചെയ്യുന്ന ഓഡിയോ സൈഡും സൗണ്ട് എഞ്ചിനീയറിംഗും ഇതൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്, ടെന്നിസൺ ചേട്ടനാണ് ഈ വെഡിങ്ങിനും ഇവിടുത്തെ ഓഡിയോ ആൻഡ് സൗണ്ട് ആസ്പെക്റ്റ് നോക്കുന്നത്. സോ ഇത്രയും വലിയ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്യണമെങ്കിൽ തന്നെ അറിയാലോ ഇതിൻ്റെ ഒരു എക്സ്റ്റെൻറ്റ് ഓഫ് ക്വാളിറ്റി ആൻഡ് എക്സലൻസ് എന്തായിരിക്കുന്നു. സോ ടെന്നിസൺ ചേട്ടന് ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സിനെ കുറിച്ചും ഇവിടുത്തെ സൗണ്ട് സെറ്റിങ്ങിന് എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കേൾക്കണ്ടേ. ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫ്രം ഹിം. ഹായ്, ഞാൻ ടെന്നിസൺ. ഞാൻ ബിജു രമേശ് സാറിൻ്റെ മകളുടെ വിവാഹം മേഘ ആൻഡ് അജയ് അവരുടെ വിവാഹത്തിൻ്റെ 3 ദിവസമായി നടക്കുന്ന എല്ലാ മ്യൂസിക് കോൺസേർട്ടിൻ്റെയും സൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഞാനാണ്. നല്ലൊരു രീതിയിലുള്ളൊരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ ഒരുക്കങ്ങളും ഇന്നത്തേത് പൂർത്തിയായിട്ടുണ്ട്. സംഗീതത്തിൻ്റെ സെലിബ്രേഷൻസ് ഇവിടെ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ലൈവായിട്ട് മ്യൂസിക്കും ഡാൻസും എല്ലാം ഒരു വശത്ത് നടക്കുമ്പോൾ മറ്റേ സൈഡിൽ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷനായ ഫുഡ് കൗണ്ടേഴ്സ് ഓപ്പൺ ആയി കഴിഞ്ഞു. ഫുഡ് കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഒറ്റ കൗണ്ടർ അല്ല, ഈ ഒരു ഹോൾ ഏരിയ സ്പ്രെഡ് ചെയ്ത് ഒരുപാട് വെറൈറ്റി ഓഫ് വെരി ഫാസിനേറ്റിംഗ് ഡിഷസ് ആണ് ഇന്നിവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, രാജധാനി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിൻ്റെ ചെയർമാനാണ്. അതുകൊണ്ട് ഇന്നത്തെ ഒരു ഈവനിങ് അവർക്ക് കിട്ടിയ അവസരം ഇവർ മാക്സിമം ഇവരുടെ ഗസ്റ്റിന് നല്ലൊരു ട്രീറ്റ് കൊടുക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. ആൻഡ് ലോട്ട് ഓഫ് ഡിലിഷ്യസ് ഡിഷസ്. ഞാൻ തന്നെ ഇവിടെ കുറച്ച് വെറൈറ്റി ഓഫ് സ്വീറ്റ്സ് മാത്രം ഇങ്ങനെ എടുത്ത് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ എവറിത്തിങ് സ്റ്റാർട്ടിങ് ഫ്രം സ്റ്റാർട്ടേഴ്സ്, അപ്പറ്റൈസേഴ്സ്, ഇവിടെ പോപ്കോൺ ഉണ്ട്, ചിക്കൻ ഷവർമ ഉണ്ട്, സ്പ്രിംഗ് റോൾസ് ഉണ്ട്, ഒത്തൻറ്റിക് സൗത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ട്, ഫിഷിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്, അപ്പമുണ്ട്, ലൈവ് കൗണ്ടേഴ്സ് ആണ്, അതുപോലെ തന്നെ ചിക്കൻ സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. യുനോ എന്തൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ ഫുഡിൻ്റെ വെറൈറ്റീസ് അതെല്ലാം ഇവിടെയുണ്ട്. ഒരാൾക്ക് തീർച്ചയായിട്ടും ഒരു ദിവസം തിന്നാൻ പറ്റുന്നേക്കാളും വെറൈറ്റീസാണ് ഇവിടെ ഉള്ളത്. സോ തീർച്ചയായിട്ടും ഈ രാത്രി ഇപ്പോഴൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ദ നൈറ്റ് ഇസ് സ്റ്റിൽ വെരി യങ് ആൻഡ് വെരി ലോങ്. എല്ലാവർക്കും എല്ലാ കൗണ്ടേഴ്സിൽ നിന്നും എല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് മാത്രമേ പോകാൻ സാധിക്കുള്ളൂ. കാരണം ഇതിൻ്റെ ഒരു സ്മെൽ നമുക്ക് ഓരോ ഏരിയയിൽ നടക്കുമ്പം അതിൻ്റെ വെറൈറ്റി, എല്ലാ തരത്തിലുള്ള വെറൈറ്റീസും ഉണ്ട്. സോ ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറയണേക്കാളും കൂടുതൽ നിങ്ങൾ കാണണ്ടേ.
So let's take a walk through this beautiful food court area and enjoy the yummy food. മേഘയുടെ ഗ്രാൻഡ് ആയിട്ടുള്ള സംഗീത് സെറമണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നേക്കുന്ന എല്ലാവരും ശരിക്കും അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യുന്നുണ്ട്. സംഗീത് എന്ന പേര് പോലെ തന്നെ ഒരുപാട് സോങ്സ്, ഒരുപാട് മ്യൂസിക്, ഒരുപാട് ഡാൻസ്, അതൊക്കെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്സ്. പക്ഷെ ഏറ്റവും എടുത്തു പറയേണ്ടത് മേഘയുടെ ഒരു എൻട്രി തന്നെയായിരുന്നു. ഒരുപാട് ഡാൻസേഴ്സ്, അതായത് ഏഞ്ചൽസ് പോലെ വൈറ്റ് ഗൗണിലൊക്കെ ഡ്രസ്സ് ചെയ്ത് ഒരുപാട് ഡാൻസേഴ്സിൻ്റെ ഇടയ്ക്ക് നിന്നും ഒരു ബ്യൂട്ടിഫുൾ ബ്രൈഡ് ടു ബി, ഒരു മെസ്മറൈസിങ് ബ്രൈഡായിട്ട് ഒരു ഗോൾഡൻ ആൻഡ് റെഡ് ഗൗണിൽ വളരെയധികം ചിരിച്ച് സന്തോഷത്തോടെയാണ് മേഘ ഈ വെന്യൂലേക്ക് എൻട്രി ചെയ്തത്. അതിനുശേഷം ഒത്തിരി പെർഫോമൻസസ് ഉണ്ടായിരുന്നു, ഒത്തിരി സോങ് ഡെഡിക്കേഷൻസ് ഉണ്ടായിരുന്നു. മേഘയ്ക്ക് പ്രിയപ്പെട്ടവരായ ക്ലോസസ്റ്റ് ഫാമിലി, ഫ്രണ്ട്സ് ഇവരൊക്കെയാണ് പാടിയത്. അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ട് വിദ്വാൻ എന്ന് പറയുന്ന ഒരു ബാൻഡ് ഇവിടെ ലൈവായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താണ്ഡവ് എന്ന് പറയുന്ന ഗ്രൂപ്പ് നമ്മൾ ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. അവർ ഒരു പോപ്പുലർ ഡാൻസ് ഗ്രൂപ്പാണ്, ഇന്ത്യയിലും അബ്രോഡും ഒത്തിരി ഷോസ് ചെയ്യുന്ന ഒരു ടീമാണ്. സോ താണ്ഡവിൻ്റെ അടിപൊളി പെർഫോമൻസസ് ഇവിടെ നടന്നു അതിനിടയ്ക്ക്. പിന്നെ കുട്ടികളെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് ചെറിയ ചെറിയ ഫൺ ആസ്പെക്ട്സ്, ഫേസ് പെയിൻറ്റിംഗ് ഉണ്ട്, കാരിക്കേച്ചർ ഒരാളിരുന്ന് വരയ്ക്കുന്നുണ്ട്, അതുപോലെ തന്നെ ടാറ്റു ഉണ്ട്, പിന്നെ ഒരാൾ കൈ നോക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ഫൺ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു മരം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വിഷസ്, കോംപ്ലിമെൻറ്റ്സ് ഇതെല്ലാം എഴുതി ആ മരത്തിൽ കെട്ടി തൂക്കാം. ഇവർക്ക് പിന്നീട് ഇതെല്ലാ വിഷസും വായിച്ച് ദേ ക്യാൻ റീലിവ് ടുഡേയ്സ് മൊമെൻറ്റ്സ്. സോ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു DJ നൈറ്റാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതായത് ഇന്നത്തെ ഒരു രാത്രി ഇവിടെ വന്ന എല്ലാ ഗസ്റ്റുകൾക്കും എൻജോയ് ചെയ്യാനായിട്ടുള്ള എല്ലാ ആസ്പെക്ട്സും 100% ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. So celebrations are going on. ഞാനിവിടെ നിന്നാ പോരാ, I have to go back and be part of the celebration. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. എല്ലാം രഞ്ജുയുടെ കഴിവാണ്, എൻ്റെ എല്ലാം. പക്ഷെ ആ സന്തോഷം കാണാനുണ്ട് കേട്ടോ മുഖത്ത്. ഡാൻസ് കളിച്ചു, പാട്ട് പാടി, എല്ലാവരുടെയും കൂടെ എൻജോയ് ചെയ്ത് ഈ ലാസ്റ്റ് മൊമെന്റ്സ് ആസ് എ സിംഗിൾ ഗേൾ അല്ലേ? എന്ത് തോന്നുന്നു ഇപ്പം? ഫ്രണ്ട്സ് ഉള്ളപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇതേ ഇല്ല, എനിക്ക് ഏറ്റവും മാക്സിമം എൻജോയ് ചെയ്യണം എന്നാണ്. ഓക്കെ, ഫ്രണ്ട്സും ഭയങ്കര സപ്പോർട്ടീവ് ഫ്രണ്ട്സ് ആണല്ലേ? അപ്പോൾ ഫ്രണ്ട്സ് ഇല്ല, നാളെ കല്യാണം കഴിയുന്ന ആ നിമിഷം വരെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, ഫാമിലി ഉണ്ടായിരിക്കും, എല്ലാവരും ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് മേഘ ആൻഡ് യുവർ ന്യൂ ലൈഫാണ്. അപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പൊ എന്ത് തോന്നുന്നു? ആദ്യമൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ എനിക്ക് തോന്നി എന്തൊക്കെ വന്നാലും എൻ്റെ ഈ ഫ്രണ്ട്സ് എന്നെ ഒരിക്കലും വിട്ടുപോകില്ല. ഈ എന്തൊരു ഡിഫിക്കൽട്ട് മൊമെന്റ് ഉണ്ടായാലും അവരെന്തായാലും എൻ്റെ കൂടെ കാണും. അപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ഹാപ്പി ആയത്. പിന്നെ അത്രയും സപ്പോർട്ടീവ് ആയിട്ടൊരു ഫിയാൻസിയാണ് എനിക്ക്. അജയനെ കുറിച്ച് പറയൂ. ഇപ്പൊ സംസാരിച്ചോ ഇന്ന് ഇത് ഈ തിരക്കിന്റെ ഒക്കെ ഇടയ്ക്ക് സംസാരിക്കാൻ പറ്റിയായിരുന്നു? ആക്ച്വലി ഒരു ഡീലിലാണ് 1 വീക്ക് ഒരു ബ്രേക്ക് എടുത്ത് 2 years ആയിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് സംസാരിച്ച് പോവാണ്. 1 വീക്ക് ബ്രേക്ക് എടുത്ത് നമ്മൾ ഫ്രഷ് ആയിട്ട് കല്യാണം കഴിഞ്ഞ് പിന്നെ ഈ 1 വീക്ക് ബ്രേക്ക് എടുത്തെന്ന് പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടൈം അല്ലേ? എസ്പെഷ്യലി കല്യാണം അങ്ങോട്ടേക്ക് അടുക്കുമ്പോഴത്തേക്കും 2 years കഴിഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ലേ? കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തോന്നും, പക്ഷെ ഇങ്ങനെ കൺട്രോൾ ചെയ്തിരിക്കുക, കല്യാണം കഴിഞ്ഞ് അതൊക്കെ ഷെയർ ചെയ്യാൻ. സോ ഏതായാലും ഓൾ സെറ്റ് ആണ്. നാളെ അതിരാവിലെ തുടങ്ങി മൈൻഡ് വേറൊരു രീതിയിലായിരിക്കും അല്ലേ? എനിവേ വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. നാളെ ഇതുപോലെ
ഇതെനിക്ക് തോന്നുന്നു ഇതിനേക്കാളും സുന്ദരിയായിരിക്കും. ഞാൻ പറയട്ടെ, എന്തൊക്കെ മേക്കപ്പ് ഉണ്ടെങ്കിലും എന്തൊക്കെ ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും the most beautiful thing on you is your smile. So എല്ലാവരും അത് പറയുന്നുണ്ടായിരുന്നു. So keep that smile. I'll see you tomorrow. Congratulations. അജയ് ആൻഡ് മേഘ, ഇവരുടെ ഈ ഒരു ബ്യൂട്ടിഫുൾ വെഡിങ്ങിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ബാക്കിയുള്ള എല്ലാ വിശേഷങ്ങളുമായിട്ട് see you next week. Until then, this is Rosen Jolly signing off.